ചേട്ടായിസ് കോർണറിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഡിഷാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. കമന്റ് ബോക്സിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തുകയും വേണം. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവമാണ് ചിക്കൻ കൊണ്ടാട്ടം. ഈ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈ ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയിലൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. പിന്നെ വെള്ളം അടിക്കുന്നുള്ളതൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ടച്ചിങ്സ് ആണ്. ഇനി അതിന്റെ ചേരുവകളാണ്. അത് ആദ്യം ചിക്കൻ വേണം. ഇപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചിക്കൻ, ഇപ്പോൾ 1 കിലോ ചിക്കൻ ഉള്ളതാണ് നമ്മളിപ്പോൾ പറയണം. കൊല്ലമുളക് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പൊ എരിവ് കുറച്ച് മതി എന്നുള്ള ആൾക്കാർക്ക് അതിൽ കുറച്ചെടുക്കാം. വേപ്പിലയും ഈ കൊല്ലമുളകുമാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഇടുന്തോറും അതിന്റെ ടേസ്റ്റ് കൂടി വന്നുകൊണ്ടിരിക്കും. പിന്നെ നെയ്യ്, മുളക് പൊടി, വെളിച്ചെണ്ണ, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇന്നത്തെ നമ്മുടെ വിഭവമായ ചിക്കൻ കൊണ്ടാട്ടത്തിന് വേണ്ട ചേരുവകളാണ് ആദ്യം പറയണത്. ചിക്കൻ നിങ്ങൾ എന്തുമാത്രം എടുക്കുന്നുണ്ടോ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, നിങ്ങളുടെ എരിവ് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം അതിനനുസരിച്ചുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ തിരുമ്മി കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവണം. അപ്പോൾ കഴിവതും ഇരുമ്പ് ചീനച്ചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പോഴുള്ള ചിക്കൻ്റെ ഒരു കളറും ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. പിന്നെ അലൂമിനിയം ഒക്കെ ആണെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കഴിവതും അത് ഒഴിവാക്കി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ വേപ്പിലയും നേരത്തെ റെഡിയാക്കി വെച്ചേക്കണ കൊല്ലമുളകും ചേർക്കാൻ പോകണം. ഇന്നത് രണ്ടും മൊരിയുന്ന വരെ, വേപ്പിലൊന്ന് മൊരിയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. വേപ്പില നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മളെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന കൊല്ലമുളക് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഈ മുളക് എടുക്കാനായിട്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൊരിയുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഇത് രണ്ടും മൊരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം ചിക്കൻ ആഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലേശം പതുക്കെ ആഡ് ചെയ്യാം. എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനിൽ തന്നെയുള്ള വെള്ളം ഇറങ്ങി വെന്തോളൂ. അപ്പോൾ ഇനി വേറെ വെള്ളമൊന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഡ്രൈ ആയിട്ടുള്ള കറിയാണ്. കപ്പയുടെ കൂടെയും ചപ്പാത്തി അതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതായിട്ടൊരു ഡിഷാണ്. ഇതിന് കുറച്ച് വേവണം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. കളറൊന്ന് നല്ലൊരു റെഡിഷ് ആയിട്ടുള്ളൊരു കളറാണ് മുരിഞ്ഞതിന് ശേഷം.
ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇങ്ങനെ കിട്ടിയാൽ പോരാ, നന്നായിട്ട് വറ്റണം, എണ്ണ തെളിയണം. അപ്പോൾ ഒരു ചിക്കനൊക്കെ നല്ല റെഡ് കളറാവും, നല്ല മൊരിഞ്ഞിട്ട് റെഡ് കളറാവും. അപ്പോൾ അതുവരെ നമ്മൾ തീയിലിട്ട് ഇങ്ങനെ വേവിക്കണം. അധികം ഇളക്കി കൊടുക്കേണ്ട, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഇളക്കിയാൽ മതി. അപ്പോൾ ഏകദേശം കുറച്ച് ബ്രൗണിഷ് കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയും വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വറ്റുന്നതനുസരിച്ച് നമ്മൾ എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. കൂടുതൽ എണ്ണ ആവരുത്, കാരണം നമ്മൾ അവസാനം നമ്മൾ നെയ്യിലിട്ടാണ് ബാക്കി മുരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് എണ്ണ വേണ്ട, കുറച്ച് മുരിയാൻ വേണ്ടി പാകത്തിന് മാത്രം എണ്ണ. നമ്മൾ ലാസ്റ്റ് ചെറിയ നെയ്യാണ് ഇതിന് ഒഴിക്കണം. ഏകദേശം ഈ കളറാകുമ്പോൾ വേണം ഈ നെയ്യ് ഒഴിക്കാനായിട്ട്. ഇപ്പോൾ എണ്ണ എല്ലാം കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. പിന്നെ ഈ നെയ്യുടെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ സംഭവം അടിപൊളിയാവും. അപ്പം നെയ്യ് ഇപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാമോളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആവശ്യത്തിൽ ചേർക്കുക. കൊളസ്ട്രോളൊക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ വളരെ കുറച്ച് നെയ്യ് ചെയ്യാണ് നല്ലത്. ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് അപ്പം നെയ്യുടെ ആ ഒരു ടേസ്റ്റും മുരിങ്ങയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ പിന്നെ നെയ്യുടെ ഒരു മണം ചെറുതായിട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഭവമായ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് തിരിഞ്ഞ് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ വിഭവം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അൺലൈക്ക് ചെയ്യുക. അതിനുള്ള കാരണവും അതിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നൽകുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തരണം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോയാണ്. ഇതിലുള്ള പോരായ്മകളെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും പുരോഗമിക്കാനായിട്ട് പറ്റുകയുള്ളൂ. കൂടുതൽ നല്ല നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമസ്കാരം.